ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര റോമാലേഖനത്തിൽ നിന്നുള്ളതാണ്. 117 അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. പൗലോസിലൂടെ നൽകപ്പെട്ട പുതിയ നിയമത്തിലെ വളരെ ശക്തമായ, വളരെ പ്രാധാന്യമർഹിക്കുന്ന, ഓരോ വിശ്വാസിയും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാന വിഷയം റോമാലേഖനം. വിശ്വാസത്താലുള്ള നീതീകരണമെന്ന വിഷയമാണ് ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത്. നാം ഇന്ന് 6-ാം അധ്യായം ആരംഭിക്കുകയാണ്. 6-ാം അധ്യായം വിശ്വാസത്തിലുള്ള നീതീകരണം. ഇവിടെ നീതീകരണത്തിൻ്റെ പൂർണ്ണത അവതരിപ്പിക്കപ്പെടുന്ന അധ്യായമാണ് റോമലേഖനം 6-ഉം 7-ഉം. ആദ്യത്തെ 4 വാക്യങ്ങൾ ചരമക്കുറിപ്പാണ്. ചരമക്കുറിപ്പ് വിശദമാക്കാം മുന്നോട്ടുള്ള യാത്രയിൽ. ഇപ്പോൾ ഒരു പുതിയ പഠന ഭാഗം ആരംഭിക്കുന്നു. വിശുദ്ധീകരണം എന്ന് ഈ ഭാഗത്തെ വിളിക്കുന്നു. 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 25 വരെ വിശുദ്ധീകരണം എന്ന ഭാഗം. കാരണം ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് 1 ശിക്ഷാവിധി, 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 20 വരെ നാം വ്യക്തമായി കണ്ടു. എല്ലാവരും പാപം ചെയ്തു, ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവനീതിക്ക് ആവശ്യക്കാരായി നിലകൊള്ളുന്നു. ശിക്ഷാവിധി നേരിടുന്ന മനുഷ്യ സമൂഹം. തുടർന്ന് നാം കണ്ടത് നീതീകരണം എന്ന ഭാഗമാണ്. 3-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 5-ാം അധ്യായത്തിൻ്റെ 21 വരെ നീതീകരണം. പൗലോസ് അപ്പോസ്തലൻ ദൈവാത്മാവിൽ വ്യക്തമായി വെളിപ്പെടുത്തി ശിക്ഷയ്ക്ക് മാത്രം വിധിക്കപ്പെട്ട മനുഷ്യകുലത്തിന് ദൈവം ഒരുക്കിയ പദ്ധതി, അവരെ നീതീകരിക്കുവാൻ. അതാണ് ആ വേദഭാഗം അവതരിപ്പിച്ചത്. തുടർന്ന് നാം ഇപ്പോൾ വിശുദ്ധീകരണമെന്ന 3-ാമത്തെ രൂപരേഖയിൽ 3-ാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആദ്യം ശിക്ഷാവിധി, പിന്നെ നീതീകരണം, ഇപ്പോൾ വിശുദ്ധീകരണം. പൗലോസിന് മുമ്പിൽ രൂപരേഖയുമൊന്നുമില്ല, പ്രത്യേകമായ തലക്കെട്ടുകളൊന്നും എഴുതിയിട്ടില്ല. താനത് റോമാലേഖനം താൻ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിക്കുമ്പോൾ ഈ രീതിയിലല്ല പൗലോസ് ചിന്തിച്ചത്. തൻ്റെ മുമ്പിൽ അപ്രതീക്ഷിതമായി യാദൃച്ഛികമായിട്ട് ഇങ്ങനെയുള്ള തലക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുമില്ല. താൻ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക്, ചിലപ്പോൾ നേരത്തെ പറഞ്ഞൊരു ചിന്ത അവിടെ നിർത്തിയതിലേക്ക് തിരിച്ചു മടങ്ങിച്ചെന്ന് വീണ്ടും പുതുതൊന്ന് ആരംഭിക്കുന്ന അവസ്ഥയാണ് താൻ എഴുതുന്നത്. വളരെ ആഴമേറിയ ചിന്തയുള്ളൊരു മനുഷ്യനായിരുന്നു ദൈവാത്മാവിൽ പൗലോസ് അപ്പോസ്തലൻ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇടകലർന്ന നിലയിൽ ഈ വാക്കുകൾ, വിഷയങ്ങൾ വരും. ശിക്ഷാവിധി, നീതീകരണം, വിശുദ്ധീകരണം എന്ന വിഷയങ്ങൾ ഇടകലർന്ന രീതിയിൽ പൗലോസ് ലേഖനത്തിൽ ഒരു വിഷയം അപ്രത്യക്ഷപ്പെട്ടെന്ന് വരും. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പൗലോസ് നൽകുന്ന ഊന്നലുകൾ, ഇപ്പം വിശുദ്ധീകരണം എന്ന ആ ഊന്നൽ വളരെ പ്രാധാന്യമുള്ളതാണ്. 6-ഉം 7-ഉം അധ്യായങ്ങൾ പൗലോസിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ചിന്തകളാണ്, ദൈവാത്മാവ് നൽകുന്ന പഠനങ്ങളാണ്. ചില വേദഭാഗത്തിൽ വിശുദ്ധീകരണം എന്ന വാക്ക് കാണാൻ കഴിയും. ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് ബൈബിളിൽ പ്രത്യേകിച്ചത് കാണാം. നമ്മുടെ മലയാളം ബൈബിൾ എപ്രകാരം എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. 6-ാം അധ്യായത്തിൻ്റെ 19, 6-ന്റെ 22. 6-ാം അധ്യായത്തിൻ്റെ 19 ഇങ്ങനെ കാണാം: നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും. ഇവിടെ വാക്ക് നമുക്ക് കാണാം, വിശുദ്ധീകരണം. അതിൻ്റെ 22-ാം വാക്യത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈബിൾ സൊസൈറ്റിയുടെ മലയാള ബൈബിളിൽ ആ വാക്ക് ഇവിടെ കാണാൻ കഴിയും. 22-ാം വാക്യം: എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാണ്. ഈ 2 ഭാഗങ്ങൾ, 2 വാക്യങ്ങളിൽ വിശുദ്ധീകരണം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് തീർച്ചയായും ന്യായമാണ്. റോമർ 6-ഉം 7-ഉം വിശുദ്ധീകരണത്തെക്കുറിച്ചുള്ള അധ്യായങ്ങളാണ്. വിശുദ്ധീകരണം എന്നുള്ളത് പൊതുവായി സാധാരണ ഉപയോഗിക്കപ്പെടുന്നൊരു വാക്കല്ല. ഒരിക്കലൊരു സുവിശേഷകൻ, കർത്താവിൻ്റെ സഭയിലെ സുവിശേഷകൻ, ഏകദേശം 400-ലധികം വരുന്ന അംഗങ്ങളുള്ള തൻ്റെ പ്രാദേശിക ഇടവകയിൽ പല സുവിശേഷകന്മാരുണ്ട് അവിടെ. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ സഭയോട് കർത്തൃദിവസം ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നു വിശുദ്ധീകരണത്തെക്കുറിച്ചാണ്. ഇതിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് വിശുദ്ധീകരിക്കപ്പെട്ടവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. വിശുദ്ധീകരിക്കപ്പെട്ടവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. 400-ലധികം അംഗങ്ങളുള്ള കൂട്ടായ്മയിൽ 2 പേർ മാത്രമാണ് എഴുന്നേറ്റ് നിന്നത്. അതിലൊന്ന് സഭയുടെ ഒരു മൂപ്പനും മറ്റൊന്ന് അവിടെ മറ്റൊരു ഉപദേഷ്ടാവുമാണ്. അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു: പലർക്കും വിശുദ്ധീകരണം എന്ന വാക്കും വിഷയവും വ്യക്തമല്ല. വിശുദ്ധീകരണം എന്ന വിഷയത്തെ പലർക്കും ബോധ്യപ്പെട്ടിട്ടില്ല.
വിശുദ്ധീകരണം എന്ന വാക്ക് വന്നിരിക്കുന്ന യവനപദം ഹാഗിയോസ്മോസ് എന്നാണ്. ഹാഗിയോസ് എന്നുള്ളത് വിശുദ്ധി എന്നതിന് ഉപയോഗിക്കുന്ന യവനപദമാണ്. ഈ വാക്ക് വിശുദ്ധി, നിർമ്മലത, പവിത്രത, പരിശുദ്ധി എന്ന രീതിയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം വിശുദ്ധീകരണം എന്ന വാക്കിന് ചിലപ്പോൾ പവിത്രീകരണം, നിർമ്മലീകരണം എന്ന വാക്ക് മലയാള ബൈബിളിലും കിങ് ജെയിംസ് വേർഷൻ, ന്യൂ ഇൻ്റർനാഷണൽ വേർഷനിലൊക്കെ ഹോളിനെസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പുറജാതികളുടെ ലോകത്തിൽ ഈ യവനവാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അവരുടെ ദേവന്മാരും ദേവതകൾക്കും വേണ്ടി വേർതിരിക്കപ്പെട്ടതിനെക്കുറിച്ച് പറയാനാണ്. മാനുഷികമായി അവർ നിർമ്മിച്ചുണ്ടാക്കിയ ദേവന്മാരും ദേവതകളും അവർക്ക് വേണ്ടി വേർതിരിക്കപ്പെടുക, ചില വസ്തുക്കളാകാം, വ്യക്തികളാകാം. അതിനും ഈ യവനവാക്ക് തന്നെ. യവനവാക്ക് ദൈവമക്കളുടെ മാത്രം സ്വന്തമല്ല, ലോകത്തിലെ പലരും ഉപയോഗിച്ച വാക്കാണ്. ഒരു കാലഘട്ടത്തിൽ ലോകം മുഴുവൻ ഉപയോഗിച്ച ഭാഷയാണ് യവന ഭാഷ. അപ്പോൾ അവിടെ ഈ ഭാഷയിൽ ഹാഗിയോസ് എന്ന വാക്ക് ഉപയോഗിച്ചത് ഈ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്നു. അവിടെ ദേവന്മാർക്കും ദേവതകൾക്കും വേണ്ടി മാറ്റിവെച്ചത്, വേർതിരിച്ചത്. അപ്പോൾ അതിൽ നിന്നാണ് ഒരു പൊതുവായ ആശയം, അർത്ഥം ഈ വാക്കിനുണ്ടായത്. അതായത് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി വേർതിരിച്ചത്, മാറ്റിവെച്ചത്. അതാണ് ഹാഗിയോസ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ദൈവമക്കളെക്കുറിച്ച് നമ്മൾ ബന്ധപ്പെടുത്തി സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധ ഉദ്ദേശത്തിന് വേണ്ടി ദൈവം വേർതിരിച്ചവർ, ദൈവത്തിൻ്റെ വിശുദ്ധമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നെ വേർതിരിച്ചു നിർത്തിയവർ. അതാണ് ആ അർത്ഥത്തിലാണ് വിശുദ്ധി എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. റോമലേഖനം 6, 19, 22 വാക്യങ്ങളിലും ആ അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാർ. ഇപ്പോൾ വിശുദ്ധീകരണം 2 നിലയിൽ ഉപയോഗിക്കപ്പെടുന്നു. വിശുദ്ധീകരണം എന്ന വാക്ക് 2 നിലയിൽ, 2 ആശയത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. ഒന്ന്, ദൈവം സുവിശേഷത്താൽ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുന്ന തൻ്റെ മക്കളെക്കുറിച്ച് പറയാൻ, ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിക്കുന്ന തൻ്റെ ജനം. ഇപ്പോൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം ഈ വാക്ക് ഉപയോഗിച്ചു. കൊലോസ്യർ 1:13-14 അവിടെ പറയുന്ന ആശയം ഈ വിധത്തിലാണ്. അവിടെ എന്താ പറയുന്നത്? കൊലോസ്യർ 1:13 എൻ്റെ വാക്യം ദീർഘമുള്ളൊരു വാക്യമായതുകൊണ്ട് കുറച്ച് പുറകിലേക്ക് നോക്കാം. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്ന അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ അവിടെ ലോകത്തിൻ്റെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവം സുവിശേഷത്താൽ വിളിച്ചു വേർതിരിച്ച് കർത്താവ് യേശുവിൻ്റെ രാജ്യം വെളിച്ചത്തിൻ്റെ അവകാശത്തിലേക്ക് കൊണ്ടുവന്നൊരവസ്ഥ. ആ ഒരു വിളി, തെരഞ്ഞെടുപ്പ്, വിശുദ്ധീകരണം എല്ലാം ഒരുമിച്ച് പറയുന്നു. ഇത് ഒരു രീതിയിൽ വിശുദ്ധീകരണ വാക്കിൻ്റെ അർത്ഥമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട എല്ലാവരും ഈ വിധത്തിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. റോമലേഖനം 1-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം ശരിക്കും അതിൻ്റെ 3-ാമത്തെ വാക്യം പൗലോസ് റോമിലുള്ള വിശുദ്ധന്മാരായ വിശ്വാസികളെ വിളിക്കുമ്പോൾ പൗലോസ് റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ, ഇപ്പോൾ റോമിലുള്ള വിശ്വാസികളെ പൗലോസ് അഭിസംബോധന ചെയ്തപ്പോൾ അവരെ വിളിച്ച പേരെന്താണ്? വിശുദ്ധന്മാർ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 7 വളരെയധികം പ്രതികൂലങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വീഴ്ചകൾ, തകർച്ചകൾ, പരാധീനതകൾ, കുറ്റങ്ങൾ, കുറവുകളൊക്കെ ഉള്ള ജനങ്ങളായിരുന്നു കൊരിന്തിലെ സഭയിലുള്ളവർ. പക്ഷെ അവരെ പൗലോസ് അഭിസംബോധന ചെയ്യുമ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്: ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാർക്കുമായവർക്ക് തന്നെ. ഇപ്പോൾ ഒരു വിശ്വാസിയെ വിളിച്ചിരിക്കുന്ന പേരെന്താണ്? വിശുദ്ധൻ, വിശുദ്ധീകരിക്കപ്പെട്ടവൻ. അപ്പോൾ ആ സുവിശേഷകൻ 400-ൽ പരം അംഗങ്ങളുള്ള കൂട്ടായ്മയോട് വിശുദ്ധീകരിക്കപ്പെട്ടവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാ ദൈവ മക്കളും എഴുന്നേറ്റ് നിൽക്കേണ്ടതായിരുന്നു. കാരണം ദൈവവചന പ്രകാരം ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്തുവിൻ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വീണ്ടുജന്മം പ്രാപിച്ചവരാണെങ്കിൽ അവർ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ദൈവം വിളിച്ച് വേർതിരിച്ചവരാണ്. ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനും ഉദ്ദേശത്തിനു വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരാണ്. അതാണ് ആ വിശുദ്ധീകരണം എന്ന വാക്കിൻ്റെ ഒരർത്ഥം. ഇത് വേറെ നിലയിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു, വിശുദ്ധീകരണം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു ദൈവീകമായൊരു പ്രക്രിയയാണ്. ദൈവം ഇരുട്ടിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന് സുവിശേഷത്താൽ വിളിച്ച് വേർതിരിച്ച് ദൈവത്തിൻ്റെ ജനമാക്കി മാറ്റിവെച്ചു. അത് നമ്മുടെ സ്നാനം അല്ലെങ്കിൽ രക്ഷയിലൂടെ സംഭവിച്ചു. പക്ഷേ ഇത് മറ്റൊരവസ്ഥയുണ്ട്. വിശുദ്ധീകരണം ദൈനംദിന പ്രക്രിയ, എല്ലാ ദിനവും നടക്കുന്ന ഒരു പ്രക്രിയ, ജീവിതകാലം മുഴുവൻ സംഭവിക്കുന്ന ഒരു കാര്യം.
അത് വിശുദ്ധീകരണമെന്നാണ് ഉപയോഗിക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ എബ്രായ ലേഖകൻ ഇപ്രകാരം പറയുകയുണ്ടായി: എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പം എബ്രായ ലേഖൻ ക്രിസ്ത്യാനികളോട്, ദൈവമക്കളോട് പറയുകയാണ് ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഒരു മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അനുയായി മാറുമ്പോൾ പൗലോസ് പറഞ്ഞു അവനെ ദൈവം വിളിച്ച് വേർതിരിക്കുകയാണ്. പക്ഷേ വേർതിരിച്ച ആ വ്യക്തി എല്ലാ ദിവസവും ദിനംതോറും വേർതിരിക്കപ്പെട്ട അവസ്ഥയിൽ ജീവിക്കണം. ഇതിനെയാണ് വിശുദ്ധീകരണമെന്ന് ഉദ്ദേശിക്കുന്നത്. വിളിച്ച് വേർതിരിച്ച ദൈവം ലോകത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന്, വിഗ്രഹാരാധനയിൽ നിന്ന്, നിരീശ്വരവാദത്തിൽ നിന്ന്, മന്ത്രവാദത്തിൽ നിന്ന്, ആഭിചാരത്തിൽ നിന്ന്, കൂടോത്രത്തിൽ നിന്ന് എല്ലാം ദൈവം സുവിശേഷത്താൽ വിളിച്ച് വേർതിരിച്ച് വിശുദ്ധീകരിച്ചു. പക്ഷെ അങ്ങനെ വേർതിരിക്കപ്പെട്ട വ്യക്തി തുടർന്നുള്ള എല്ലാ ദിവസവും എപ്പോഴും വിശുദ്ധീകരണ ജീവിതം ജീവിക്കണം. ഈ അർത്ഥത്തിലാണ് റോമാലേഖനത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. റോമാലേഖനത്തിൽ വിശുദ്ധീകരണം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഈ അർത്ഥത്തോടു കൂടിയാണ്. അപ്പം നീതീകരണം എന്നുള്ളത് ദൈവം നമ്മെ തൻ്റെ മുമ്പിൽ നിൽക്കുവാൻ യോഗ്യരാക്കി, നമ്മെ നേരെയുള്ളവരാക്കി, നീതീകരിച്ച് ദൈവം തൻ്റെ മുമ്പിൽ നിർത്താൻ യോഗ്യരാക്കി. പക്ഷേ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നേരായ രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളെ നിർത്തിയത് കൊണ്ട് പോരാ, നേരായ രീതിയിൽ നമ്മൾ ജീവിക്കണം, ദിവസവും ജീവിക്കണം. അതാണ് വിശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിധത്തിൽ നീതീകരണം എന്നുള്ളത് ദൈവം നമ്മിൽ ചെയ്യുന്ന കാര്യമാണ്, നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ പറയാം, നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യമാണ് നീതീകരണം. ക്രിസ്തുവിനെ തന്ന്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ, പ്രായശ്ചിത്തയാഗമായി മാറിയ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് ദൈവത്തെ കയറി ചെല്ലാനുള്ള വഴി തുറന്നു തന്നു. നമുക്ക് വേണ്ടി ചെയ്തു നീതീകരണം. വിശുദ്ധീകരണം എന്ന് പറയുന്നത് ആത്മാവിലൂടെ നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വീണ്ടെടുക്കപ്പെട്ടൊരു ദൈവ പൈതലിലൂടെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെയാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ റോമലേഖനം 6-7 ഈ വിശുദ്ധീകരണത്തിൻ്റെ തത്വങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഈ 2 അധ്യായങ്ങളിൽ എന്തുകൊണ്ട് വിശുദ്ധീകരണം, ഒരു ദൈവ പൈതൽ ക്രിസ്ത്യാനി എന്തുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടവനായി ജീവിക്കണം എന്നുള്ളത് അവതരിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടവനായി ജീവിക്കണം. തുടർന്ന് പിന്നീട് റോമലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ ആരംഭിക്കുമ്പോൾ പൗലോസ് വ്യക്തമായിട്ട് ഈ വിശുദ്ധീകരണത്തിൻ്റെ പ്രായോഗിക രീതികൾ അവതരിപ്പിക്കും. ഇതിൻ്റെ പരിശീലനം എപ്രകാരമായിരിക്കണം. അപ്പോൾ ആ സെക്ഷൻ, ആ വിഭാഗം 12-ാം അധ്യായം മുതൽ 16 വരെ അവിടെ വിശുദ്ധീകരണത്തിൻ്റെ പ്രായോഗികത അത് അവതരിപ്പിക്കുമ്പോൾ ആരംഭിച്ചത് ഇങ്ങനെയാണ്. 12-1 അങ്ങനെ 11 വരെയുള്ള ദൈവശാസ്ത്രം തീർന്നിട്ട് 12-ൽ പ്രായോഗിക രീതി ആരംഭിക്കുമ്പോൾ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് വിശുദ്ധീകരണം ജീവിതത്തിൽ ദിനംതോറും നടത്തണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ ചെയ്യേണ്ടത്. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതമായി സമർപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ പാഠം. ചരമക്കുറിപ്പ്. ഇത് നമ്മൾ വിശുദ്ധീകരണം എന്ന വിഷയത്തിൻ്റെ ആമുഖമായി നമുക്ക് കാണാം. ദൈവത്തിൻ്റെ ചരമക്കോളം. ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ റോമലേഖനം 6-ാം അധ്യായത്തിൽ ആദ്യത്തെ 11 വാക്യങ്ങൾ ഒന്ന് പെട്ടെന്ന് വായിക്കാം. ആകയാൽ നാം അതിൽ മരണം, മരിച്ചു, മരിച്ചവർ എന്ന വാക്ക് എത്ര തവണ വരുന്നുവെന്ന് സമയമുള്ളപ്പോൾ ഒന്ന് കണക്കാക്കി നോക്കണം. ആദ്യത്തെ 11 വാക്യങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് ചരമക്കുറിപ്പ്, ചരമകോളം എന്ന് വിളിച്ചത്. ദൈവമൊരുക്കിയ ചരമകോളം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരുന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരം നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു.
നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേലിന് കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നു. 10-ാം വാക്യം. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിൽ ജീവിക്കുന്നു. അങ്ങനെ അതിൽ അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിൽ ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. 13-ഓ 14-ഓ തവണ ഈ വാക്കുകൾ കണ്ടു. മരിച്ചു, മരിച്ചവർ, മരണം എന്ന വാക്കുകൾ. അതുകൊണ്ടാണ് ഈ വേദഭാഗത്തിന് ആദ്യത്തെ 4 വാക്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ ചരമകോളം എന്ന് പറഞ്ഞത്. എല്ലാ രാജ്യങ്ങളിലും വർത്തമാനപത്രം, ന്യൂസ് പേപ്പർ, അതിലൊരു പേജ് മുഴുവൻ ചരമക്കുറിപ്പ് കാണും. നമുക്ക് ചുറ്റുമുള്ള ആ ജില്ലയിലുള്ള അതിൻ്റെ ചുറ്റു പ്രാന്ത പ്രദേശങ്ങളിൽ പ്രധാനപ്പെട്ട മരിച്ചവരുടെയൊക്കെ പേരുകൾ കാണും, ഫോട്ടോ ഉൾപ്പെടെ കാണും. ആ പേജ് തികയാത്തതുകൊണ്ട് മറ്റ് പേജുകളിലേക്ക് വരെ വരാറുണ്ട്. ഉദാഹരണത്തിന്, ഒരു ദിവസം രാവിലെ നിങ്ങളുടെ ഭാര്യ പത്രം വായിച്ച് ഈ ചരമകോളം വായിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് നിങ്ങളുടെ പേര് കണ്ടു. ഫോട്ടോ ഇല്ല, നിങ്ങളുടെ പേര് കണ്ടു. ഇപ്പോൾ നിങ്ങളുടെ പേരൊന്ന് മനസ്സിൽ കാണുക. ഭാര്യ വായിച്ചപ്പോൾ ഇന്ന ആൾ ഈ കഴിഞ്ഞ ദിവസം മരണപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഇന്ന് കർത്താവിൻ്റെ സഭയുടെ സെമിത്തേരിയിൽ ഇത്ര മണിക്ക് പ്രാർത്ഥനയോടുകൂടി നടക്കുന്നതാണ് എന്ന വാർത്ത കണ്ടു. ശരിയാണ്, നിങ്ങളല്ല, പക്ഷെ നിങ്ങളുടെ അതേ പേരുള്ളൊരു മനുഷ്യനാണ്. നിങ്ങളല്ലെങ്കിൽ പോലും ആ വാർത്ത കേൾക്കുമ്പോൾ, ഭാര്യ വാർത്ത ഇങ്ങോട്ട് പറയുമ്പോൾ ഒരു പരിഭ്രമമുണ്ടാകും. നിങ്ങളുടെ പേര് കറക്റ്റാണ്, പക്ഷെ മറ്റൊരാളാണ്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ പേര് ദൈവത്തിൻ്റെ ചരമകോളത്തിൽ ചരമക്കുറിപ്പിൽ കണ്ടപ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്തത്, പരിഭ്രമിച്ചില്ല. നിങ്ങളുടെയും എൻ്റെയും പേര് ദൈവത്തിൻ്റെ ചരമകോളത്തിൽ കാണണമെന്ന് പൗലോസ് ആവശ്യപ്പെടുന്നു. കാരണം പൗലോസിൻ്റെ ഊന്നൽ ഒരു മരണത്തെക്കുറിച്ചാണ്. ഏത് മരണം? പാപത്തോടുള്ള മരണം. പാപത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളും ഞാനും മരിച്ചു. ഇത് ദൈവത്തിൻ്റെ ചരമക്കുറിപ്പിൽ പ്രത്യക്ഷപ്പെടണം. ഇതെന്താ ഉദ്ദേശിച്ചതെന്ന് മുന്നോട്ടുള്ള പാഠങ്ങളിൽ വിശദീകരണത്തിൽ മനസ്സിലാകും. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 1-2 വാക്കുകൾ ഒരിക്കൽ കൂടെ വായിക്കാം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ റോമാലേഖനം എഴുതുമ്പോൾ പൗലോസ് തീർച്ചയായും പ്രതിഷേധങ്ങൾ കേൾക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുമുണ്ട്. പൊതുവെ അത് യഹൂദന്മാരിൽ നിന്നാകും. ഈ അധ്യായത്തിലും താൻ യഹൂദന്മാരുടെ പ്രതിഷേധം 6-7 അധ്യായങ്ങളിൽ താൻ പ്രതീക്ഷിക്കുന്നുണ്ട്. താൻ പറയുന്ന വിഷയത്തോട് പ്രതിഷേധിക്കുന്ന യഹൂദന്മാരാണെന്ന് പ്രത്യേകിച്ച് 6-15 എന്നാൽ എന്ത് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കെത്ര അധീനരാകിയാൽ നാം പാപം ചെയ്യുകയെന്നോ 7-7 നോക്കുമ്പോൾ അവിടെയും ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള പരാമർശം ഇങ്ങനെ കാണാം. ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്ന് ഒരു നാളും അരുതെങ്കിലും ന്യായപ്രമാണത്തിലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത്, ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മുഖത്തെറി. അപ്പം ന്യായപ്രമാണം ലഭിച്ച മനുഷ്യരാണ് പ്രതിഷേധിച്ചത്, ചോദ്യങ്ങൾ ഉന്നയിച്ച് തർക്കിച്ചത്. അപ്പോൾ അത് യഹൂദന്മാരാണ്, അവരുടെ പ്രതിഷേധമാണ്. പക്ഷേ ഈ വാസ്തവത്തിൽ റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 11 വരെ പൗലോസ് എഴുതുന്നത് സ്നാനമേറ്റ വിശ്വാസികൾക്കാണ്. ക്രിസ്തുവിൻ്റെ കൽപ്പനയായി സ്നാനം സ്വീകരിച്ച ദൈവമക്കൾക്കാണ് ഈ ലേഖനം ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് സ്നാനത്തിൽ സംഭവിച്ചെന്ന് കാണിച്ചിരിക്കുകയാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ചോദ്യത്തിലേക്കൊന്ന് മടങ്ങി വരാം. ആകയാൽ നാം എന്തു പറയേണ്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിൻ്റെയോടുള്ള ബന്ധത്തിൽ ഇനി എന്താ പറയേണ്ടത്? നേരത്തെ എന്താ പറഞ്ഞത്? 5-ാമത്തെ 20-ാം വാക്യം. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപമരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതാണ്. മറക്കരുത്, ഈ പുസ്തകം എഴുതുന്ന സമയത്ത് അധ്യായങ്ങളുമില്ല, വാക്ക് നമ്പറുകളുമില്ല, അത് പിന്നീട് കൂട്ടിച്ചേർത്താണ്. അപ്പോൾ ആകയാൽ നാം എന്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു എന്ന വിഷയത്തെ ആണ് ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയേണ്ടത്? കാരണം നാം എന്ത് പറയട്ടെ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? ഞാൻ അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? കൃപ കൂടുതൽ കിട്ടാനായിട്ട് കൂടുതൽ പാപം ചെയ്യണമെന്നാണോ? യഹൂദന്മാർ അങ്ങനെ ചിന്തിച്ചു. പൗലോസ് എന്താ പറയുന്നത്? കൃപ കൂടുതൽ കിട്ടും, കൂടുതൽ പാപം ചെയ്താൽ മതി. അതിനകത്തൊരു തലതിരിഞ്ഞ ന്യായമുണ്ട്. കാരണം പാപം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൃപയും വർദ്ധിക്കും. അപ്പോൾ കൂടുതൽ പാപം, കൂടുതൽ കൃപ. അപ്പോൾ കൂടുതൽ കൃപ കിട്ടാൻ എന്ത് ചെയ്യണം? കൂടുതൽ പാപം ചെയ്താൽ മതി. ഈ തരത്തിലാണ് പൗലോസിനെ തെറ്റിദ്ധരിച്ചത്. മനുഷ്യ സാധാരണ ഇങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ടോ?
കൂടുതൽ കൃപ കിട്ടാൻ കൂടുതൽ പാപം ചെയ്യണം. അത് വളരെയധികം തെളിവുകൾ ചരിത്രത്തിലുണ്ട്. ചരിത്രത്തിൽ നിന്ന് തെളിവ് പറയാം. 1872 മുതൽ 1916 വരെ ജീവിച്ച ഒരു റഷ്യൻ സന്യാസിയാണ് റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരാൾ. വളരെയധികം തരം താഴ്ന്ന തരത്തിൽ അപവാദകരമായിട്ട് അഭക്തി നിറഞ്ഞ ജീവിത മാതൃക ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അന്നത്തെ റഷ്യൻ ചക്രവർത്തിയുടെ സുഹൃത്ത് ആത്മമിത്രം കൂടിയായിരുന്നു റാസ്പുട്ടിൻ. അദ്ദേഹം തൻ്റെ പാപപങ്കിലമായിട്ടുള്ള ജീവിതത്തെ ന്യായീകരിക്കാൻ പറഞ്ഞ ന്യായം ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, പാപം ചെയ്യുന്നവർക്ക് കൂടുതൽ പാപക്ഷമ കിട്ടും. ദൈവത്തോട് മാനസാന്തരപ്പെടുമ്പോൾ ദൈവം തൻ്റെ പാപക്ഷമ തന്ന് നമ്മുടെ ചെയ്ത പാപങ്ങൾ ക്ഷമിച്ചു തരും. അതുകൊണ്ട് നാം എത്രത്തോളം പാപം കൂടുതൽ ചെയ്യുമോ അത്രത്തോളം നമ്മൾ മാനസാന്തരപ്പെടുകയും ദൈവത്തിൻ്റെ പാപക്ഷമയുടെ കൃപ അധികമായി അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും. ഇതാണ് അതെന്ന് പറഞ്ഞ ന്യായം. തൻ്റെ അപവാദകരമായ മ്ലേച്ഛകരമായ ദുഷ്ടത നിറഞ്ഞ ജീവിതത്തെ ന്യായീകരിക്കാൻ കൊണ്ടുവന്ന ന്യായം. ചരിത്രത്തിൽ തെളിവുകളൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ കൃപ എന്താണെന്ന് പഠിച്ചു, കൃപ എന്താണെന്ന് ഞാൻ കണ്ടെത്തി. പക്ഷേ ആ 2-3 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയാം വചനത്തിൽ ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷേ ദൈവകൃപ അത് മറന്നു കളയും. ദൈവകൃപ കൊണ്ട് അത് മൂടിക്കളയും ദൈവം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആത്മാർത്ഥം പരിശോധിച്ച് നോക്കുക. പല തിന്മകളും തെറ്റുകളും പാപങ്ങളും നാം ചെയ്തിട്ട് ദൈവം കൃപയാൽ അത് ക്ഷമിക്കും എന്ന് പറഞ്ഞ നിമിഷങ്ങളുണ്ടായിട്ടില്ലേ? ഇതുതന്നെയാണ് പൗലോസ് പറയുന്നത്. പൗലോസിനെതിരെയുള്ള പ്രതിഷേധം അത് തന്നെയാണ്. കൃപ പെരുകേണ്ടതിന് പാപം ഇരിക്കണമോ? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? മറുപടി പൗലോസ് പറയും, ഒരു നാളും അരുത്. വിശദമായി നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കും. അപ്പം പൗലോസ് ഒരു പുതിയ മേഖല ആരംഭിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവിലൂടെ വിശുദ്ധീകരണം. ദൈവം നമ്മെ സുവിശേഷത്താൽ ലോകത്തുനിന്ന് വിളിച്ച് വേർതിരിച്ചെൻ്റെ മക്കളാക്കി, ഒരു സമൂഹമാക്കി, ദൈവത്തോട് നിരപ്പിച്ച് ദൈവം നിൽക്കാൻ യോഗ്യത തന്നു. പക്ഷേ ഇനി എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് റോമലേഖനത്തിൻ്റെ 6-ാം അധ്യായവും 7-ാം അധ്യായവും. വിശുദ്ധീകരണം ദൈനംദിന പ്രക്രിയ, ദിവസവും വേണ്ടത്. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധവുമുള്ള യാഗമായി സമർപ്പിച്ച് എല്ലാ ദിവസവും ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നൊരു ജീവിതം. അതാണ് വിശുദ്ധീകരണം. ദൈവത്തിൻ്റെ ആത്മാവും തമ്മിൽ ഒരു ഫലം ഉളവാക്കും. തുടരാം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വിശദമായ ചിന്തകളിലേക്ക്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.